അല്ലിക്കുട്ടന്റെ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. എന്നാ ചേച്ചിക്ക് ഇതേ മാത്സിന്റെ പരീക്ഷയാണ്. രാവിലെ അതിന് ചേച്ചി പഠിക്കാനായിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ ദേ ചേച്ചിയുടെ കൂട്ടത്തിൽ കൂട്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം ദേ അല്ലിക്കുട്ടൻ എനിക്കിട്ടും നോക്കിയിരിക്കുക. പിന്നത്തെ ചേച്ചിയാണ് ഇനി മൂടി പൊതിച്ചൊക്കെ ഇരുന്നാ പഠിക്കുന്ന കേട്ടോ. ചേച്ചി ഇനി മൂടി പൊതിച്ചിരുന്ന് പഠിച്ച് 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 ചേച്ചി ഇനി ഉറക്കത്തിലേക്ക് വീഴും. അത് കഴിയുമ്പോൾ ഞാനും അച്ഛയൊക്കെ ചെന്ന് ചേച്ചിനെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ഞങ്ങൾ വിളിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് ചേച്ചി നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം പിന്നെ ചേച്ചി അന്നേരം ഞങ്ങളോട് പറയുന്നത്, ചേച്ചി ഇത് ഇക്വേഷൻ എഴുതി പഠിക്കുക, ഞാനിതൊന്ന് എഴുതട്ടെ എന്നൊക്കെ ഉറക്കത്തിൽ ഞങ്ങളോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവളെ തല്ലിപ്പൊക്കി എഴുന്നേൽപ്പിക്കും. അങ്ങനെയൊക്കെ അവളുടെ പഠിത്തം. ഞാൻ അവളോട് പറയും, എടി നീ ഇങ്ങനെ കടന്നുകൊണ്ട് പഠിക്കരുത്, നീ ഉറങ്ങിപ്പോകും, നീ എഴുന്നേറ്റ് ആ കസേരയെ പോയിരുന്ന ടേബിളെ വെച്ച് എഴുതി പഠിക്കാനൊക്കെ പറഞ്ഞ് അവള് കേൾക്കുകയല്ല. അവള് ഇവിടെ കിടന്ന എന്നും അവളുടെ പഠിത്തം. ഇപ്പം അല്ലിക്കുട്ടനും ഒപ്പം കൂടെ കയറും. അല്ലിക്കുട്ടൻ എന്നായാലും വീഡിയോ എടുക്കാൻ വന്നപ്പം എനിക്കിട്ടൊക്കെ നോക്കിയിരുന്നതേ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നത്തെ പാറു ചേച്ചി ഇവിടെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒക്കെ തേച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി കാത്തൂന്റെ യൂണിഫോമും ചേച്ചിയാണ് തേച്ച് കൊടുക്കുന്നത്. രാവിലെ ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയാണ്. ഞാൻ അടുക്കളയിലാണ് രാവിലെ. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത്. അച്ഛതേ രാവിലെ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ദോശയൊക്കെ കഴിക്കുക. അപ്പൊ രാവിലെ എന്നെ വഴക്ക് പറഞ്ഞു വെച്ചിരിക്കുക, നീ നേരം പോയ നേരത്ത് വീഡിയോയും പിടിച്ച് നടന്നോളാൻ പറഞ്ഞ്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കിന് വലിയ ഗമയിലിരുന്ന് കഴിക്കുക. ഇവിടെ തട്ടുകടകളത്തെ പോലെയാണ്. ആദ്യം വരുന്നവർക്കാണ് ആദ്യത്തെ ദോശ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പോകുന്ന അച്ഛയെ, അതുകൊണ്ട് അച്ഛക്കാണ് ആദ്യം ഉണ്ടാക്കുന്ന ദോശ കൊടുക്കുന്നത്. അച്ഛക്ക് ഇതേ ചോറ് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെക്കുക. അതിനാ നേരത്തെ തന്നെ അച്ഛൻ വഴക്ക് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് പറയുമായിരുന്നു, ഇടി നീ പോയി ചോറൊക്കെ എടുത്തു പോയി, സമയം പോകുമെന്ന് പറഞ്ഞ്. ഞാൻ ഈ ചോറൊക്കെ എടുക്കുന്ന വീഡിയോ പാർക്കുട്ടിയെ എടുത്തു തരുന്നത്. അവൾ എന്നോട് പറയാ, അമ്മയുടെ ഈ കുഴയില്ലാത്ത ഒറ്റക്കുഴയുള്ള ചീനിച്ചട്ടിയൊക്കെ വല്ലവരും കാണും അമ്മേ, അതൊക്കെ മാറ്റി പിടിക്കാൻ അവള് പറയുന്നുണ്ട്. കുഴയില്ലേലോ നല്ല ചീനിച്ചട്ടിയാകട്ടോ, ഞാൻ മീനൊക്കെ വറുക്കുന്ന അതിനകത്താണ്. പിന്നത്തെ അച്ചയ്ക്കും ചേച്ചിമാർക്കും ഒക്കെ ചോറൊക്കെ പൊതിഞ്ഞ് ഇതുപോലത്തെ കവറിനകത്തൊക്കെ ആക്കി അവരുടെ ബാഗിനകത്ത് എടുത്ത് വെച്ച് കൊടുക്കണം. എങ്കിലേ ഉള്ളു അവളുമാരൊക്കെ മറക്കാതെ കൊണ്ടുപോകുള്ളൂ, അല്ലാതൊക്കെ അവിടെ ഇരിക്കുകയുള്ളു. അച്ഛ പോകുന്നത് കാണാനായിട്ട് ഞാനും അല്ലിക്കുട്ടനും കൂടെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. അച്ഛ പോകുന്നത് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അച്ഛനും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഞാനിങ്ങനെ എവിടെ ഇറങ്ങിയെന്ന് നോക്കും. അവര് പോയി കഴിയുമ്പോഴാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഇപ്പൊ അല്ലിക്കുട്ടനും അതൊരു ശീലമായിട്ടുണ്ട്. എന്റെ കൂട്ടത്തിൽ അവനും ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഇവര് പോകുന്നത് കാണാൻ വേണ്ടി. വീഡിയോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ദോശതേ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ദോശകളൊക്കെ ഞാനാ ഇവിടെ കഴിക്കുന്ന കേട്ടോ. പാറു ചേച്ചി ഇതേ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി. ചേച്ചിക്കാണെങ്കിൽ ഇന്ന് സമയം ഇച്ചിരി പോയി. എന്റെ കൂട്ടത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ കൂടിയത് കാരണം നേരം പോയാണ് പോകുന്നത്. അതുകൊണ്ട് വേഗം പോവുക ചേച്ചി. ഞാനും അല്ലിക്കുട്ടനും ചേച്ചി പോകുന്നു നോക്കി ഇവിടെ നിപ്പുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാത്തു ചേച്ചി ഇപ്പോഴും ഭയങ്കര പഠിത്തത്തിലാവട്ടോ. അല്ലിക്കുട്ടൻ എന്റെ കൂട്ടത്തിൽ പോകുന്ന കാരണം ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പത്തേക്ക് അമന്ന് കിടന്നൊക്കെ എഴുതുക. മഴയൊക്കെ ആയതുകൊണ്ട് പരീക്ഷയൊക്കെ മാറ്റി വെക്കുമെന്നൊക്കെയാ ചേച്ചി ഓർത്തിരുന്നത്. അതൊക്കെ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോ തന്നെ ഇരുന്ന് പഠിക്കുക. വെല്ലിച്ചതേ അല്ലിക്കുട്ടൻ പൊട്ടിച്ച ലീഷു ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് വെല്ലിച്ച ഏതാണ്ട് രീതിയിലൊക്കെ ഉണ്ടാക്കി തരാന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അച്ഛൻ കാപ്പ് കുടിക്കാനായിട്ട് വന്നിരിക്കുന്നതിന് മുമ്പായിട്ട് അല്ലിക്കുട്ടൻ അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവൻ ടേബിളിന്റെ അടി ഇരിക്കുന്നതുണ്ടോ? എന്നും ഇങ്ങനെയാ. അച്ഛൻ കാപ്പ് കുടിക്കാനായിട്ടും ചോറുണ്ണാനായിട്ടും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് അവൻ ഈ ടേബിളിന്റെ അടിയിൽ കയറിയിരിക്കും. വെറുതെ ഇരിക്കുന്നൊന്നും അല്ല കേട്ടോ. അച്ഛന്റെ കാലെ കയറാൻ വേണ്ടി അവൻ വന്നിരിക്കുന്നത്. അച്ഛൻ ഈ ഓയിൽമെന്റ് ഒക്കെ പുരട്ടുന്നത് കാരണം അവനത് അതൊക്കെ നക്കാനായിട്ട് ഏതാണ്ടൊക്കെയാ അവനവിടെ വന്നിരിക്കുന്നത്. പിന്നത്തെ അച്ഛൻ കഴിച്ചു കഴിയുന്നത് വരെ ഞാൻ അവനെ പിടിച്ചത് ആ ജനലെ കൊണ്ടൊക്കെ ഇട്ടിയിടും കേട്ടോ. എന്നും ഇത് തന്നെയാ പരിപാടി. അല്ല അവൻ അച്ഛനെ കഴിക്കാൻ സമ്മതിക്കുകയല്ല. പിന്നത്തെ അച്ഛന്റെ തുണിയെല്ലാം അച്ഛൻ കഴുകാനായിട്ട് പെറുക്കിയിട്ടതെല്ലാം ഞാൻ കഴുകാനായിട്ട് എടുത്തോണ്ട് പോവുക. ഇതാണ് അച്ഛന്റെ റൂം. അച്ഛന്റെ ഒരു തുണിയും കൂടെ കൊണ്ട് തരുക കഴുകാനായിട്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ തുണിയൊന്നും കഴുകിയില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നത്തെ അച്ഛൻ പത്രം വായിക്കുവാണ്. അല്ലിക്കുട്ടൻ്റെ അച്ഛന് കൂട്ടിരിപ്പുണ്ട്. അച്ഛന്റെ കാലെ കയറത്തില്ലാത്ത പോലെ അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് കുറച്ചു നേരമൊക്കെ അവൻ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ കരയാൻ തുടങ്ങും. അന്നേരം ആ സമയത്ത് ഞാൻ വല്ല പണിയൊക്കെ ചെയ്ത് വെച്ച് ചെല്ലും. പിന്നെ ഞാനും എൻ്റെ അല്ലിക്കുട്ടനും കൂടെയാണ് കളിക്കുകയൊക്കെ ചെയ്യുന്നത്.
ഇന്നലെ വൈകുന്നേരം കേട്ടോ ഇവര് രണ്ടുപേരും കൂടെ അല്ലിക്കുട്ടിനെ കാണാനായിട്ട് വന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട അവര് വന്നത് കേട്ടോ. അപ്പൊ എന്നോട് വന്നപ്പോഴേ ചോദിച്ചു, ചേച്ചി അല്ലിക്കുട്ടൻ എന്ത് ചെയ്യേ? ഞാൻ അല്ലിക്കുട്ടന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് വീഡിയോ ഒക്കെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലിക്കുട്ടനത്തെ എടുത്തൊക്കെ പിടിച്ചിരിക്കുക. അതെ, അല്ലിക്കുട്ടൻ ചേട്ടായിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ അല്ലിക്കുട്ടനുമായിട്ട് ഭയങ്കര വഴക്കാകട്ടോ. അല്ലിക്കുട്ടൻ ലീശ് കടിക്കുന്നതിന് അച്ഛതെ അവനെ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അവനതൊന്നും വലിയ കൂസലൊന്നുമില്ല. പിന്നെ അവനെ പിടിച്ചോണ്ട് അച്ഛൻ ഓടുവാകട്ടോ. ലീശന്ന് വിടാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ ഓടുന്നത്. അന്നേരത്തെ അതിലപ്പുറമായിട്ട് അവൻ കളിക്കുന്നത്. ഇപ്പത്തെ ഒരു വട്ടന്മാരുടെ വീട് പോലെയാണ് ഞങ്ങളുടെ വീട്. അല്ലിക്കുട്ടൻ വന്ന് ഞങ്ങളെല്ലാം വട്ടുപിടിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ വട്ടന്മാരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളത്തെ വിശേഷവുമായി നാളെ വരാം കേട്ടോ.